ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു 4 ട്രിക്കുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഓരോ ട്രിക്കുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ട്രിക്കുകളാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അത് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ അല്ലെന്നുണ്ടെങ്കിൽ എക്സ് ലവറിന്റെ ഒക്കെ റീൽസ് ഇതുപോലെ ലൈക്ക് ചെയ്തെന്നിരിക്കാം അല്ലേ. എന്നാൽ ഒരു സമയമായപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കട്ടെ. അതായത് നിങ്ങൾ എക്സ് ലവറിന്റെ റീൽസ് ഒക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ആ ലൈക്കൊക്കെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ മുകളിൽ 3 ലൈൻസ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ യുവർ ആക്ടിവിറ്റീസ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലൈക്സ് എന്നത് നോക്കാം. എന്നിട്ട് ഇവിടെ ഓൾ ഓതേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ് ലവറിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. അവരുടെ യൂസർ നെയിം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. എന്നിട്ടത് അപ്ലൈ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ റീൽസ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു വ്യക്തിയുടെ 3 റീൽസാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് അൺലൈക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ റീൽസ് ഒക്കെ ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് ആ റീൽസ് എല്ലാം സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ അൺലൈക്ക് എന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അൺലൈക്ക് എന്നത് കൊടുക്കാം. അൺലൈക്ക് എന്നത് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു റീൽസിൽ നമ്മൾ ലൈക്ക് ചെയ്തല്ലോ, അതെല്ലാം അൺലൈക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അൺലൈക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റുകളോ സ്റ്റോറികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൽ മാത്രം എത്തുന്ന രീതിയിൽ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതെങ്ങനെയാണ് നോക്കുക. അതിനായിട്ട് നിങ്ങൾ ഒരു ന്യൂ പോസ്റ്റ് എടുക്കുക. എന്നിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവരി വൺ അതുപോലെ ക്ലോസ് ഫ്രണ്ട്സ് എന്നീ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ ക്ലോസ് ഫ്രണ്ട്സ് എന്നത് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ കാണുമായിരിക്കുമല്ലോ, ആ വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളിപ്പോൾ ഈ ഇടുന്ന പോസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. പോസ്റ്റ് ആവട്ടെ, സ്റ്റോറി ആവട്ടെ, എന്തും ആവട്ടെ, അത് നമുക്ക് ഈ ക്ലോസ് ഫ്രണ്ട്സിൽ മാത്രം കാണാൻ പരുവത്തിന് ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഇതുപോലെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഡൺ കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഒരു പോസ്റ്റ് നമ്മുടെ ആ ഒരു ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള അടിപൊളി ഒരു സംഭവം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലഭ്യമാണ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും റീൽസിനൊക്കെ കമന്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ ഒരു റീൽസ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ആക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കമന്റ് ചെയ്ത കമന്റ് ഉണ്ടല്ലോ, അത് സഹിതം നമ്മുടെ സ്റ്റോറി ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു റീൽസിന് എന്തെങ്കിലും ഒരു കമന്റ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കമന്റ് നിങ്ങളുടെ സ്റ്റോറി ആക്കി മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിലീറ്റ് അതുപോലെ സ്റ്റോറി ആഡ് ചെയ്യാനുള്ള ഒരു ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി ആഡ് ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ലോഡ് ആവുന്നുണ്ട്. ലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു റീൽസും നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ആ കമൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കമൻറ്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും അതിൻ്റെ പൊസിഷൻ മാറ്റാനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെല്ലാം ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്കിത് നിങ്ങളുടെ യുവർ സ്റ്റോറി ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. യുവർ സ്റ്റോറി ക്ലിക്ക് ചെയ്തിട്ട് ഇത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റോട് കൂടി നമ്മൾക്ക് ആ ഒരു റീൽസ് സ്റ്റോറിയായി വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടെ അത് സ്റ്റോറിയായി മാറുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്റ്റോറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കമൻറ്റോട് കൂടി തന്നെ നമുക്ക് ആ ഒരു റീൽസ് ഇവിടെ നമ്മുടെ സ്റ്റോറി ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ നമുക്ക് സ്റ്റിക്കറുകളും ഇപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഒരു സ്റ്റോറി ഇടാൻ നോക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു പിക്ചർ സെലക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ഔട്ട് ചെയ്യേണ്ട ഏതെങ്കിലും പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഒരു പിക്ചർ ഞാൻ ഇതുപോലെ ചൂസ് ചെയ്തു.
അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ടൗട്ടിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന പിക്ചർ നല്ല ഒരു പിക്ചർ ആയിരിക്കണം. അതായത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പിക്ചർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ക്ലിയർ ആയിട്ട് കട്ടൗട്ട് ആയി കിട്ടത്തുള്ളൂ. അല്ലാതെ ബ്ലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ളതും അതുപോലെ നല്ലൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഒരു കട്ടൗട്ട് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അതാണ്ട് നല്ലൊരു സ്റ്റിക്കറായിട്ട് നമുക്ക് ആ പൂക്കളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ യൂസ് സ്റ്റിക്കർ എന്നത് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്റ്റിക്കറാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതെ, നമുക്ക് ആ ഒരു പിക്ചർ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് നമുക്ക് സ്റ്റിക്കറായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് എവിടൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് നല്ല രീതിയിലൊന്ന് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണൊക്കെ ടൈപ്പ് ചെയ്യേണ്ടതുള്ളത് ടൈപ്പ് ചെയ്തും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇനി സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ എല്ലാവർക്കും ലഭിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കിത് ലഭിച്ചോ ഇല്ലയോ എന്ന് പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക. ചിലവർക്ക് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ ചിലവർക്ക് ആ ഒരു ഓപ്ഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കും ഇത് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ 4 ട്രിക്കുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളായിരിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും ലഭിച്ചെന്നിരിക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.